ഹലോ ഫ്രണ്ട്സ്, അഭിഷേക് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു അഡ്വഞ്ചർ ത്രില്ലർ സ്റ്റോറിയുമായിട്ടാണ്. തീവ്സ് അറ്റ് കൊളംബിയ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. പണ്ട് പുരാതന കാലത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം അല്ലേ? രണ്ട് കള്ളന്മാർ ബൈറോവെയിൻ എന്ന പുരാതന യൂറോപ്യൻ നഗരപ്രദേശത്ത് ജീവിച്ചിരുന്നു. അവരിൽ ഒരാളുടെ പേര് ജെയിംസ് പാട്രോപ്പൻ എന്നും രണ്ടാമൻ്റെ പേര് ഹാരിസ് പാട്രോപ്പൻ എന്നുമായിരുന്നു. പണ്ട് നന്നായി മോഷ്ടിക്കാൻ കഴിയുമായിരുന്നു. ബൈറോ നഗരത്തിലെ ഓരോ വീടുകളിൽ നിന്നും പല പല സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് അവർ. പക്ഷേ ഒരേ സ്ഥലങ്ങളിൽ മോഷ്ടിച്ച് അവർ മടുത്തു. ഇനി പുതിയ ഐഡിയകൾ വേണം. വിചിത്രമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടം കൊള്ളയടിക്കാം. അവർ അങ്ങനെ തീരുമാനിച്ചു. ഇനി നമുക്ക് വേറിട്ട സ്ഥലങ്ങളിൽ കയറി മോഷണം നടത്താം. വെറുതെ പറഞ്ഞാൽ പോരല്ലോ, വേറിട്ട ഒരു സ്ഥലം കണ്ടെത്തണം. ഈ ബൈറോ നഗരത്തിലെ എല്ലാ സ്ഥലങ്ങളും അവർക്കറിയാം. കാരണം ബൈറോ നഗരത്തിൽ അവർ ഇരുവരും ചേർന്ന് മോഷണം നടത്താത്തതായ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കള്ളന്മാരിൽ ഒരുവനായ ഹാരിസ് പാട്രോപ്പൻ ഒരു വഴി കണ്ടെത്തി. അയാൾ തൻ്റെ ഐഡിയ സഹോദരനായ ജെയിംസ് പാട്രോപ്പന് പങ്കുവച്ചു. നമുക്ക് ഈ പ്രശ്നം നമ്മുടെ വലിയ മുത്തച്ഛനോട് പറയാം. അവർ രണ്ടുപേരുടെയും വലിയ മുത്തച്ഛൻ ഡേവിസ് ബോംലോസ് പണ്ട് ബൈറോ നഗരത്തിലെ പ്രധാന മോഷ്ടാവായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വാർദ്ധക്യം എന്ന ജീവിതഘട്ടം ബാധിച്ചു. വയസ്സായപ്പോൾ അദ്ദേഹം മോഷണം നിർത്തിയെങ്കിലും തൻ്റെ കൊച്ചുമക്കളായ ജെയിംസ് പാട്രോപ്പനെയും ഹാരിസ് പാട്രോപ്പനെയും തൻ്റെ പൂർവ്വകാലത്തെ മോഷണമെന്ന ജോലി ഏൽപ്പിച്ചു. വയസ്സായെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല കുരുട്ടുബുദ്ധിയാണ്. തങ്ങളുടെ കഷ്ടപ്പാടിന് എന്തെങ്കിലും വഴി കണ്ടെത്താൻ മുത്തച്ഛനെ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. അവർ ഇരുവരും വലിയ മുത്തച്ഛൻ്റെ അടുത്തെത്തി. വലിയ മുത്തച്ഛൻ്റെ ബംഗ്ലാവിൽ അദ്ദേഹം കുറേ പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വായനക്കാരനുമാണ്. അതിനാൽ മുത്തച്ഛനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയൂ എന്ന് അവർ കരുതി. അവർ ഇരുവരും മുത്തച്ഛൻ്റെ ബംഗ്ലാവിലെത്തി. കൂനിപ്പിടിച്ച ഒരു കസേരയിൽ ആ വയസ്സൻ ഇരിപ്പുണ്ടായിരുന്നു. പുതച്ചുമൂടി ഒരു കസേരയിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു അദ്ദേഹം. ജെയിംസ് പാട്രോപ്പനും ഹാരിസ് പാട്രോപ്പനും തൻ്റെ മുത്തച്ഛൻ്റെ പിറകിൽ മിണ്ടാതെ നിന്നു. പെട്ടെന്ന് വായന നിർത്തി അയാൾ അവരോട് പറഞ്ഞു, "നിങ്ങൾ എത്തിയോ? മോഷണമൊക്കെ എങ്ങനെ പോകുന്നു?" അപ്പോൾ ഹാരിസ് പാട്രോപ്പൻ പറഞ്ഞു, "മുത്തച്ഛൻ ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഒരേ സ്ഥലങ്ങളിൽ തന്നെ മോഷണങ്ങൾ നടത്തി ഞങ്ങൾ രണ്ടുപേരും മടുത്തു." അപ്പോൾ മുത്തച്ഛൻ കുറച്ചു നേരം നിശബ്ദനായി. എന്നിട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. എന്നിട്ട് തൻ്റെ പുസ്തക ശേഖരണശാലയിൽ നിന്നും ഒരു ചെറു പുസ്തകം എടുത്ത് അവരിരുവർക്കും കൊടുത്തു. തീവ്സ് അറ്റ് കൊളംബിയ എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ഡേവിസ് ബോംലോസ് എന്ന വലിയ മുത്തച്ഛൻ തൻ്റെ കൊച്ചുമക്കളായ ആ രണ്ട് കള്ളന്മാർക്ക് ഒരു രഹസ്യ വഴി പറഞ്ഞു കൊടുത്തു. "മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞു തരാം. ആ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും മോഷ്ടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പണക്കാരായി കഴിയാം. നിങ്ങൾ ബൈറോ നഗരത്തിൻ്റെ തെക്കേ ഭാഗമായ ബൈറിൻ ലക്ഷ്യമാക്കി പോവുക. അവിടെ കിഴക്ക് വശത്ത് ആർക്കും അറിയാത്ത ഒരു ഗുഹയുണ്ട്. അത് സൂര്യാസ്തമന സമയത്തെ തെളിഞ്ഞു കാണും. നിങ്ങൾ ആ ഗുഹയിൽ കയറുക. അപ്പോൾ ആ ഗുഹ അടയും. പിന്നെ എല്ലാം നിങ്ങളുടെ ബുദ്ധി പോലെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുഹയിൽ കയറിക്കഴിഞ്ഞാൽ ഒരു കടൽ മാർഗം കാണാം. അവിടെ ഒരു കപ്പലുണ്ട്. ആ കപ്പലിൽ കയറിയാൽ പിന്നീട് കൊളംബിയ എന്ന സ്ഥലമാണ്. അവിടെ വടക്ക് ഭാഗത്ത് ഒരു കാടുണ്ട്. നിങ്ങൾ ആ കാട്ടിൽ കയറി അവിടെ കാടിന് നടുവിൽ ഒരു കുഴി കാണും. ആ കാട്ടിൽ ആകെ ഒരു കുഴിയേ ഉള്ളൂ. അതാണ് ആ കാടിൻ്റെ പ്രത്യേകത. നിങ്ങൾ ആ കുഴി കണ്ടെത്തണം. അത് കണ്ടെത്തുക എന്നുള്ള അത്ര എളുപ്പമൊന്നുമല്ല. അത് നിങ്ങളുടെ ബുദ്ധിയാൽ കണ്ടെത്തേണ്ടതാണ്. നിങ്ങൾ ആ കുഴി കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് ആ പെട്ടി കിട്ടും. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ നിധിപ്പെട്ടി. ആ പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതുമായി എൻ്റെ അരികിലേക്ക് തിരികെ വരണം.
എൻ്റെ അടുത്തെത്തും വരെ പെട്ടി തുറന്നു നോക്കരുത്. അഥവാ നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും തല പൊട്ടിത്തെറിക്കും. ഇത്രയും പറഞ്ഞതിന് ശേഷം അവരുടെ മുത്തച്ഛൻ ഡേവിഡ് ബോംലോസ് ഒരു പേപ്പർ അവർക്ക് കൈമാറി. ഈ പേപ്പറിൽ പോകേണ്ട വഴിയുടെ മാതൃകയുണ്ട്. ധൈര്യമായി പോയി വരൂ മക്കളെ. ഡേവിസ് ബോംലോസ് തൻ്റെ കൊച്ചുമക്കളെ യാത്രയാക്കി. മുത്തച്ഛൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം ജെയിംസ് പാട്രോപ്പനും ഹാരിസ് പാട്രോപ്പനും സൂര്യാസ്തമന സമയത്ത് ബെയറിൻ എന്ന പ്രദേശത്ത് എത്തി. സൂര്യൻ അസ്തമിച്ച സമയത്ത് കിഴക്ക് ബെയറിൻ ഭാഗത്ത് അവർക്കായി ഒരു ഗുഹാവഴി തെളിഞ്ഞു വന്നു. അവർ രണ്ടുപേരും ആ ഗുഹയിലേക്ക് പ്രവേശിച്ചതും ആ ഗുഹാവാതിൽ താനെ അടഞ്ഞു. അവർ ഗുഹയ്ക്ക് ഉള്ളിലായി. പെട്ടെന്ന് ദൂരെ ഒരു വളഞ്ഞ വഴിയിൽ ഇരുട്ടത്ത് എന്തോ വെള്ളിത്തിളക്കം അവർ കണ്ടു. എന്താണത്? വരൂ നോക്കാം. അവർ അങ്ങോട്ടേക്ക് ചെന്നു. അടുക്കും തോറും അതിൻ്റെ തിളക്കം കൂടി. അവർ അതെടുത്ത് നോക്കി. അതൊരു താക്കോലാണ്, ഒരു വെള്ളിത്താക്കോൽ. അവരതെടുത്ത് കുറച്ച് മുൻപോട്ട് നടന്നതും കുറേ നടന്നു കഴിഞ്ഞവർ തളർന്ന് അവിടെ ഇരുന്നു. പെട്ടെന്ന് അവർ അവിടെ ഒരു വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നതായി കണ്ടു. അവർ തങ്ങളുടെ കയ്യിലുള്ള താക്കോൽ ആ പൂട്ടുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ ആ വാതിൽ തുറന്നു വന്നു. അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് ഒരു കടൽ തീരമാണ്. അവർ അവിടേക്ക് നടന്നു നീങ്ങി. ആ കടലിൻ്റെ തീരത്ത് ഒരു കപ്പലും ആ കപ്പലിൽ 2 ആണുങ്ങൾ ഉണ്ടായിരുന്നു. ജെയിംസ് പാട്രോപ്പനും ഹാരിസ് പാട്രോപ്പനും ആ കപ്പലിൽ കയറി. 2 തലയിൽ കെട്ടിയ വ്യക്തികൾ ആ കപ്പലിൽ ഉള്ളത് അവർ കണ്ടു. ഇവർ രണ്ടുപേരും കപ്പലിൽ ഉള്ളവരെ പരിചയപ്പെട്ടു. ആ കപ്പലിലുള്ള ഒരുവൻ്റെ പേര് ഫെഡറിക്, രണ്ടാമൻ്റെ പേര് ജോൺസൺ എന്നുമാണെന്ന് അവർ പറഞ്ഞു. ജെയിംസ് പാട്രോപ്പൻ കപ്പൽ ഓടിക്കുന്ന ഫെഡറിക്കിനോട് പറഞ്ഞത് ഇങ്ങനെ: ഫെഡറിക്, താങ്കൾ ഞങ്ങളെ കൊളംബിയ വനത്തിൽ കൊണ്ടാക്കുമോ? ശരി, കൊണ്ടാക്കാം. അവർ കൊളംബിയ കാടുകളിലേക്ക് കപ്പൽ മാർഗത്താൽ യാത്രയായി. 5.5 മണിക്കൂറിലെ യാത്രയ്ക്ക് ശേഷം അവർ കൊളംബിയ വനപ്രദേശത്ത് എത്തിച്ചേർന്നു. കപ്പൽ തീരത്ത് അടുപ്പിച്ച് അവർ 4 പേരും കാട്ടിൽ കയറി. വലിയ മുത്തച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആ കാട് നിരപ്പായ പ്രദേശമാണ്. അവിടെ ഒരൊറ്റ കുഴി പോലുമില്ല. എത്ര വിചിത്രം തന്നെ. അവർ 4 പേരും കൂടി അവിടെ ആ കാട്ടിലാകെയുള്ള കുഴി കണ്ടെത്താനായി നടന്നു. പക്ഷെ അന്ന് രാത്രിയായിട്ടും ആ നിധിക്കുഴി അവർ കണ്ടെത്തിയില്ല. അവർ അന്ന് രാത്രി അവിടെ കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം ജെയിംസ് പാട്രോപ്പൻ ഉണർന്നത് ഒരു കുഴിയുടെ പുറത്തു നിന്നുമാണ്. അയാൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതെ, ഇതാ നിധിക്കുഴി തന്നെ. ഞാനെങ്ങനെ ഈ കുഴിയുടെ പുറത്തു വന്നു? മറ്റൊന്നും ആലോചിക്കാതെ അയാൾ ആ കുഴിയിൽ നിന്നും നിധിപ്പെട്ടി പൊക്കിയെടുത്തു. നല്ല ഭാരമുണ്ട് ആ പെട്ടിക്ക്. ഉറപ്പ്, നല്ല വില കൂടിയ നിധി തന്നെയാണിത്. ജെയിംസ് പാട്രോപ്പൻ തൻ്റെ സഹോദരനായ ഹാരിസ് പാട്രോപ്പനെ ഉണർത്തി. എടാ, കാട്ടിലാകെയുള്ള വലിയ മുത്തച്ഛൻ പറഞ്ഞ ആ കുഴിതേ ഞാൻ കണ്ടെത്തി. ഇതാണ് ആ നിധിപ്പെട്ടി. നമുക്കിവരെ ഇവിടെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടാം. ജെയിംസ് പാട്രോപ്പനും ഹാരിസ് പാട്രോപ്പനും ഫെഡറിക്കിനെയും ജോൺസനെയും അവിടെ ഉപേക്ഷിച്ച് കപ്പലിൽ കയറി യാത്രയായി. ഫെഡറിക്കും ജോൺസനും ഇതൊന്നും അറിയാതെ കാട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുകയാണ്. കപ്പൽ ഓടിക്കാൻ അറിയാവുന്ന ഹാരിസ് പാട്രോപ്പനാണ് കപ്പൽ നിയന്ത്രിച്ചത്. കപ്പലിൽ നിന്നും കടൽ കണ്ടുകൊണ്ടിരുന്ന ജെയിംസ് പാട്രോപ്പൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് ആ പെട്ടി താഴെ വീണു. അത് കടലിൽ പോയി. ഇതാ അത് കടൽ വഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? ഇത് കണ്ട് ജെയിംസ് പാട്രോപ്പൻ കടലിലേക്ക് എടുത്തു ചാടി. നീന്തി അയാൾ ആ പെട്ടി പിടിച്ചു. പതിയെ ശ്രമത്തിനൊടുവിൽ അയാൾ ആ കപ്പലിലേക്ക് പിടിച്ചു കയറി. പക്ഷെ വളരെ സാഹസികത നിറഞ്ഞതായിരുന്നു അത്. ഹാരിസ് പാട്രോപ്പൻ ജെയിംസ് പാട്രോപ്പനോട് ചോദിച്ചു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, ഇല്ല, അവൻ തിരിച്ചു പറഞ്ഞു. അങ്ങനെ അവർ തീരത്തടുത്തു. പഴയ സ്ഥലത്ത് തിരിച്ചെത്തി. അവർക്ക് ആ പെട്ടി തുറക്കാൻ ആകാംക്ഷയുണ്ട്. പക്ഷെ വലിയ മുത്തച്ഛൻ പറഞ്ഞതോർത്തപ്പോൾ അവർ അത് വേണ്ടെന്ന് വെച്ചു. അവർ കയറിപ്പോയ ഗുഹാവാതിലൂടെ അവർ പുറത്തിറങ്ങി. ബെയറിനിൽ നിന്നും അവർ അവരുടെ നഗരമായ ബെയറോവേനിൽ തിരിച്ചെത്തി. അവിടെ നിന്നും നേരെ വലിയ മുത്തച്ഛൻ്റെ ബംഗ്ലാവിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, മുത്തച്ഛ, ഞങ്ങളിതാ വിജയശ്രീലാളിതരായി തിരികെ വന്നിരിക്കുന്നു. ഇതാ ഈ പെട്ടി തുറക്കൂ.
പതിയെ മുത്തച്ഛൻ പെട്ടിയുടെ പൂട്ടഴിച്ചു. പെട്ടി തുറന്ന് അതിൽ ഒരു വലിയ തടിമാടൻ പുസ്തകമായിരുന്നു. വലിയ മുത്തച്ഛൻ ആ പുസ്തകമെടുത്ത് ചുംബിച്ചു. എന്നിട്ട് തൻ്റെ 2 കൊച്ചുമക്കളോടും പറഞ്ഞു, നന്ദി മക്കളെ. പണ്ട് ഞാനും വിചിത്രമായ ഒരു സ്ഥലം മോഷണത്തിനായി നോക്കിപ്പോയതാ. നിങ്ങളെപ്പോലെ അപ്പോഴാ കൊളംബിയ എന്ന ഈ പുസ്തകം ഞാൻ വായിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾ പോയ അതേ വഴികളിലൂടെ പണ്ട് കൊളംബിയയിൽ ഒന്ന് പോയതാണ്. പക്ഷേ അവിടെ ഒരു നിധിയുമില്ലായിരുന്നു. തിരിച്ചു പോരാൻ നേരം ഈ പുസ്തകം ഞാൻ കുഴിയിൽ വെച്ച് മറന്നു. അതെടുക്കാൻ മറന്നുപോയി. പിന്നീട് ഞാൻ എവിടെയോ അന്വേഷിച്ചിട്ടും ആ പുസ്തകം എനിക്ക് കിട്ടിയില്ല. അന്ന് അവിടെ വെച്ച് മറന്ന പുസ്തകം നിങ്ങളിലൂടെ ഇവിടെ എത്തിക്കാനാണ് ഞാൻ അവിടെ നിധിയുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ആ പെട്ടി തുറന്നു നോക്കരുതെന്ന് പറഞ്ഞത് നിങ്ങൾ വഴിയിൽ വെച്ച് അത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നിധിയല്ലെന്ന്. അപ്പോൾ നിങ്ങളത് അവിടെ കളയും. അതിനാലാണ് വഴിയിൽ വെച്ച് തുറന്നാൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. വലിയ മുത്തച്ഛൻ്റെ വാക്കുകൾ കേട്ട് ജെയിംസ് പേട്രോപ്പനും ഹാരിസ് പേട്രോപ്പനും ഒരേപോലെ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി വലിയ മുത്തച്ഛ. നിങ്ങൾക്ക് അരപ്പിരിവട്ടല്ല, മുഴുപ്പിരിവട്ടാണ്. ഇതും പറഞ്ഞ് അവർ 2 പേരും ഒരേപോലെ ബോധം കെട്ട് നിലത്തു വീണു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വലിയ മുത്തച്ഛൻ്റെ കുരുട്ട് ബുദ്ധിയിൽ പെട്ടുപോയ 2 കൊച്ചുമക്കളായ കള്ളന്മാരുടെ കഥയാണ് ഇത്. ഈ കഥ ഇഷ്ടപ്പെട്ടവർ താഴെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂടുതൽ കമൻറ്റുകൾ കൂടി രേഖപ്പെടുത്തുക. ഇതേപോലെ മറ്റൊരു കഥയുമായി ഞാൻ വരും വരേക്കും എല്ലാവർക്കും ശുഭം.